ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതുണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, അതിനായിട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റും യോക്കും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എഗ് വൈറ്റ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശായി പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് എഗ് യോക്ക് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലെ സ്പൂണ് 1/2 ടേബിൾ സ്പൂണിൻ്റെ ആയതുകൊണ്ടാണ് ഞാനത് 4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ് യോക്ക് നമുക്ക് എഗ് വൈറ്റിലോട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഫ്ലഫിനെസ് നഷ്ടപ്പെടാതെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ചേർക്കുന്നത് മെൽറ്റഡ് ബട്ടറാണ്. അത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നമുക്ക് ഗീ ചേർക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറും മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ബാറ്ററൊക്കെ റെഡിയായതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കേക്ക് ടിൻ ഇച്ചിരി വലിയ കേക്ക് ടിൻ. അപ്പം നിങ്ങളെടുക്കുമ്പം ചെറിയൊരു കേക്ക് ടിൻ എടുത്താൽ മതി, എന്നാലേ അപ്പോൾ എൻ്റെ കേക്കിന് അധികം ഹൈറ്റില്ല, കാരണം വലിയ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു കേക്ക് ടിൻ എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് എയർ ബബിൾസൊക്കെ കളയുന്നുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. 170 ഡിഗ്രിയിലാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്യാനും വെക്കുന്നത്. 30 മിനിറ്റ്സാണ് വെച്ച് കൊടുക്കുന്നത്.
കറക്റ്റ് 30 മിനിറ്റ്സ് ആയപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റൊരു കുഴപ്പമേ ഉള്ളൂ, ഈ കേക്കിന് ഹൈറ്റ് ഇല്ല. കാരണം ചെറിയ കേക്ക് ടിൻ എടുത്താൽ മതിയായിരുന്നു. ഞാൻ വലുതിനകത്താണ് വെച്ചത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ചെറിയ കേക്ക് ടിന്നിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് മെൽറ്റ് ചെയ്തപ്പോൾ ഓവറായിട്ടത് ഹീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 30 സെക്കൻഡ്സ് വെച്ച് കൊടുക്കുക, പിന്നെ ഒരു 30 സെക്കൻഡ്സ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. എനിക്കൊന്ന് ഇത് ഓവർ ഹീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.